ഇന്ന് കഞ്ഞിവെള്ളത്തിലൊരു കൂട്ടം ചേർത്ത് നമ്മുടെ തലയിൽ തേച്ച് നമ്മുടെ തലമുടി നല്ല സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാൻ ആയിട്ടുള്ള ഒരു പ്രത്യേക കൂട്ടുമായിട്ടാണ് ഞാൻ വന്നേക്കണം. കഞ്ഞിവെള്ളത്തിൽ ഒരു കൂട്ടം സാധനം മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. ഒരു സാധനം മാത്രം തേച്ച് മുടി നല്ലപോലെ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുക, കഴുകി കളയുക. അത് മുടി നല്ല ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. കഞ്ഞിവെള്ളത്തിൽ ഒരു കൂട്ടം സാധനം ചേർത്താൽ മതി. മുടി ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ തേക്കുവാണെങ്കിൽ മുടി നല്ല കറുത്ത കളറിലിരിക്കുകയും ചെയ്യും, വെളുത്ത് വരുത്തുകയില്ല. വിറ്റാമിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പ്രത്യേകം കഞ്ഞിവെള്ളത്തിലുണ്ടാക്കുന്നതാണ്. നമ്മൾ ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുക്കണം ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഇന്നലത്തെ കഞ്ഞിയുടെ വെള്ളം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, ഇന്നത്തെ കഞ്ഞിവെള്ളം ആണെങ്കിലും മതി. ഇന്നലത്തെ തലേദിവസം കഞ്ഞിവെള്ളമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അടുപ്പ് തീ കത്തിക്കുക. അതിനകത്തേക്ക് ഒരു കൂട്ടം മാത്രം സാധനം ചേർത്താൽ മതി. നമുക്ക് തലയിൽ തേച്ചാൽ മുടി വളർന്നുകൊണ്ടേയിരിക്കും. തിളയ്ക്കുമ്പോൾ തേൻ ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ, ഗ്രാമ്പു ഒരു 5-6 ഇട്ടാൽ മതി. ആ വെള്ളത്തിൻ്റെ അനുസരിച്ച്. ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള വെള്ളം മതി. നമുക്ക് കുറച്ചങ്ങ് തിളപ്പിച്ച് കുറുക്കണം. ഒരു കുറഞ്ഞത് ഒരു 5-8 ഗ്രാമ്പു എങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഗ്രാമ്പു നല്ലതാണ് തലമുടിക്ക്, തലമുടി വളർച്ചയ്ക്ക് നല്ല സാധനമാണ് ഗ്രാമ്പു. മുടി നല്ല സമൃദ്ധമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും തിളപ്പിച്ച് കഴിഞ്ഞാൽ. കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു സാധനം മാത്രം ഇട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് 100% കഞ്ഞിവെള്ളം മാത്രം തലയിൽ തേക്കുന്നതും മുടിക്ക് നല്ലതാണ് കേട്ടോ. നല്ലപോലെ തിളയ്ക്കണം. ഇനി നമ്മുടെ മുടി വളരാനും മുടി കറക്കാനും ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി തലയിൽ തേച്ചാൽ മതി. മുടി നല്ല സമൃദ്ധമായിട്ട് വളരും. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇത് നമ്മളിച്ചിരി ഉണ്ടാക്കി എടുക്കണ പാടല്ലേ ഉള്ളൂ. ഒത്തിരി സമയവും വേണ്ടി വരില്ല ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കഞ്ഞിവെള്ളവും ഗ്രാമ്പും. കഞ്ഞിവെള്ളത്തിൽ ഈ സാധനം മാത്രം ഇട്ട് തിളപ്പിച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ പിള്ളേരെ കുളിപ്പിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു 10 വയസ്സുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ തേക്കാൻ മടിയുള്ള പിള്ളേരില്ലേ, അവർക്കൊക്കെ തേച്ച് അങ്ങ് കൊടുക്കും. അമ്മമാർക്ക് സമയമുള്ള അമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അത് തേച്ച് കുളിക്കും മക്കളെ എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അന്നേരം അവർ തേച്ചോളും. മുടി വളർന്നു കഴിയുമ്പോഴത്തേനും പിള്ളേർ വലുതാവുമ്പോഴും തന്നെത്താനെ ഉണ്ടാക്കി തേച്ചോളും. ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളം കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിനകത്തേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അതിന് തിളയ്ക്കുമ്പോഴത്തേനും അത് ലൂസായിക്കോളും. വെള്ളമൊന്നും ചേർക്കരുത്, കഞ്ഞിവെള്ളം മാത്രമാണ്. അതിനകത്തേക്ക് പച്ചവെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. തിളച്ച് നമുക്ക് കുറച്ചൊന്ന് കുറുകിയിട്ട് വേണം തലത്തേക്ക്. കുറുകാൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്ര വെള്ളം എടുക്കണ്ട, ഇതിൻ്റെ പകുതി വെള്ളം എടുത്താൽ മതി. പകുതി വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ പകുതി ഗ്രാമ്പൂവും ഇട്ടാൽ മതി. ഇങ്ങനെ കൂടുതൽ ചേർത്താൽ എന്തിനാണെന്നറിയോ, കൂടുതൽ ഗ്രാമ്പൂ ഇട്ട് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രാമ്പൂവിൻ്റെ സത്ത് കൂടുതൽ വെള്ളത്തിലേക്ക് വരില്ലേ. എന്നിട്ട് ചിലപ്പോൾ ശകല ലൈറ്റ് കളറുണ്ട്, കളർ ഇച്ചിരി മാറും. ആ ഗ്രാമ്പൂവിൻ്റെ കളർ ഒരു ചുമന്ന പോലത്തെ കളറാണ്, കുറച്ച് കളറും കൂടെ മാറും. ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനവും തേക്കണ്ട കേട്ടോ. തിളപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ തലമുടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പച്ചവെള്ളത്തിൽ അത് തേച്ചാലല്ലേ തല തേക്കുമ്പോൾ ജലദോഷമോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ജലദോഷമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അവിടെ ഇരുന്നങ്ങ് പറ്റട്ടെ കേട്ടോ. തിളച്ച് ആ ഗ്രാമ്പൂവിൻ്റെ കളറൊക്കെ ഇതിനകത്തേക്ക്
ആടായിട്ടുണ്ട്. ഇനി തീ കിടത്തി വയ്ക്കാം. എന്നിട്ട് ആറിയിട്ട് നമുക്കത് അരിച്ചെടുക്കാം. നല്ലപോലെ ചൂടാറിയിട്ട് അരിച്ചെടുത്താൽ മതി. പുറം രാജ്യത്തിലേക്കൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രാമ്പുവാണ് കൂടുതൽ. ഗ്രാമ്പും കാപ്പിപ്പൊടിയൊക്കെയാണ് തലമുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ചൂടാറിയിട്ട് അരിച്ചെടുക്കാം. എന്താ ചൂടാറിയപ്പോഴത്തേനും കുറേ കുറുകിയില്ലേ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരിച്ചെടുക്കണം. ശരിക്കും ചൂടാറിയില്ല, ചെറിയ ചൂടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കൈ പൊള്ളൊന്നുമില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാൻ പാടൊന്നുമില്ല. നമ്മുടെ തലയിൽ തേക്കാനും ബുദ്ധിമുട്ടില്ല. പഞ്ഞിയില്ല നോർത്തുകൊണ്ട് ബുദ്ധിമുട്ടണ്ട. ഒരു കനം കുറഞ്ഞൊരു തുണി കീറിയെടുക്കുക. അതുകൊണ്ട് മുക്കി മുക്കി തലയിൽ തേച്ചാൽ മതി. റെഡി ആയിട്ടുണ്ട്. മുടിക്ക് നല്ല കട്ടിയും ഗ്രോത്തും നല്ല കറുപ്പും കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി തേക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.